പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ രൂഢമൂലമായിരിക്കുന്ന ചില തിന്മകൾ നമ്മൾ അവയെ ഒരു പ്രവൃത്തി മാത്രമായി കാണുകയും അതിൻ്റെ വേര് കാണാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ തിന്മകളെ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. പ്രധാനമായും നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവത്തെ കൈകാര്യം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നന്ദി പ്രാർത്ഥന. അത് ഒരു ബലി പ്രാർത്ഥനയാണ്. കൃതജ്ഞതാ ബലി എന്നാണ് എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണത് കൃതജ്ഞതയുടെ ബലിയാകുന്നത്? അതിൽ ഞാൻ എന്ന ഭാവത്തെ ഞാൻ ബലിപീഠത്തിൽ വെച്ച് നിഗ്രഹിക്കുകയാണ് ചെയ്യുക. ദൈവത്തിൻ്റെ പങ്ക്, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അധ്വാനം, എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം എന്നിവയെ അവ ഒന്നുമല്ല എന്നും ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നന്ദി പറയുമ്പോൾ മാത്രമാണ് ഈ ഞാനെന്ന ഭാവം ഉടയുക. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. ധ്യാനത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, എൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആരോഗ്യപരമായിട്ടും ഞാൻ വളരെയധികം തകർന്നിരിക്കുന്നു. കാരണം ഞാനിന്ന് ഒരു രോഗിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം എൻ്റെ ആരോഗ്യം നശിപ്പിച്ചു, എൻ്റെ സമ്പത്ത് നശിപ്പിച്ചു, എൻ്റെ ജോലിയും കളഞ്ഞു എന്ന്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദൈവം ഈ രീതിയിലെല്ലാം എന്നെ ശിക്ഷിച്ച് ഇട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ദൈവം ആരുടെയും ആരോഗ്യം നശിപ്പിക്കുകയില്ല, ദൈവം ആരുടെയും സമ്പത്തും കളയുകയില്ല, ദൈവം ആരെയും രോഗിയാക്കുകയുമില്ല. എന്താണ് ദൈവം ചെയ്യുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവം അഹങ്കാരികളെ ചതറിക്കുകയും എളിമയുള്ളവരെ ദൈവം ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം എപ്പോഴും ഉടയ്ക്കുന്നത് നമ്മളിലുള്ള അഹങ്കാരത്തെയാണ്. അത് നമ്മളെ നശിപ്പിക്കും എന്ന് ദൈവത്തിനറിയാം. അത് വിഷമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കും. ബൈബിളിൽ നമ്മളത് വളരെ വ്യക്തമായി കാണുകയാണ്. അഹങ്കാരം എന്ന സ്വഭാവത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ നിലപാട് ബൈബിളിൽ ഉടനീളം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മാലാഖമാരെ അവരെ അഹങ്കരിച്ചപ്പോഴാണ് ദൈവം അവരെ ഇതാ സ്വർഗത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അഹങ്കരിച്ച മാലാഖയാണ് പിന്നീട് സാത്താനായി മാറിയത് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ദൈവം ഒരു ചെകുത്താനെയും സൃഷ്ടിച്ചതായി നമുക്കറിവില്ല. എന്നാൽ മാലാഖ അഹങ്കരിച്ചതോടുകൂടിയാണ് അവർ ആ അവസ്ഥയിലേക്ക് അധപ്പതിച്ചത്. മാലാഖയാണെങ്കിൽ പോലും ദൈവം അഹങ്കാരത്തെ അംഗീകരിക്കുകയില്ല. അഹങ്കാരം എന്ന തിന്മയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അത് ദൈവത്തിന് നേരെ എതിരെ വരുന്ന ഒരു തിന്മയാണ്. മറ്റു തിന്മ പോലെയല്ലത്. ദൈവത്തിന് നേരെ എതിരെ വരികയാണ്.
അപ്പം അതുകൊണ്ടാണ് ദൈവത്തിന് നേരെ പൂർണ്ണമായിട്ട് എതിരെ വരിക എന്ന് പറഞ്ഞാൽ ദൈവം നന്മയും അനുഗ്രഹവും ഒക്കെയാണെങ്കിൽ ദൈവത്തിന് നേരെ എതിരെ വരിക എന്ന് പറഞ്ഞാൽ അത് നാശവും തകർച്ചയും എല്ലാമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അഹങ്കാരത്തിലേക്ക് വരുമ്പോൾ ദൈവം അതിൽ ഇടപെടുന്നു. നമുക്ക് ബൈബിളിലെ ഒട്ടേറെ സംഭവങ്ങൾ കാണാനായിട്ട് കഴിയും. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കാം. അവിടെ നെബൂഖദ്നേസർ രാജാവ് കൊട്ടാരം പണിത് ഏതാണ്ട് ഒരു 12 മാസം കഴിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മട്ടുപ്പാവിലൂടെ ഉലാത്തുകയാണ്. എന്നിട്ട് രാജാവ് പറയുകയാണ്, എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ ഇവയെല്ലാം എന്ന് അദ്ദേഹം പറയുകയാണ്. അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഒരു നിശ്ചിത ദിവസം ഹെരോദോസ് രാജാവ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ജനം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവൻ്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. ഒരു ദൂതൻ അടിച്ച് അവനെ വീഴ്ത്തി, അവൻ പുഴുക്കൾക്ക് ഇരയാകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 മക്കബായക്കാരുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ അന്തിയോക്കസ് രാജാവിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും അഹങ്കരിച്ച ആ രാജാവിന് സംഭവിച്ച തകർച്ച നമ്മൾ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരത്തിൽ ദൈവം ഇടപെടുന്നത് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലുണ്ടായ പല തകർച്ചകളും പല പരാജയങ്ങളും നമ്മൾ അതിനെ ഒരു ശിക്ഷയായി വ്യാഖ്യാനിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ പ്രാപിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. നേരെ മറിച്ച് സ്നേഹനിധിയായ ദൈവം എൻ്റെ അഹങ്കാരത്തെ ഉടച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ദൈവം ആരുടെയും സമ്പത്ത് തകർക്കാറില്ല. ദൈവം തകർക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തെയാണ്. നിൻ്റെ അഹങ്കാരം ഇരിക്കുന്നത് നിൻ്റെ സമ്പത്തിലായതുകൊണ്ട് ദൈവം അഹങ്കാരം ഉടച്ചപ്പോൾ സമ്പത്ത് ഉടഞ്ഞു, അത്രയേ ഉള്ളൂ. നിൻ്റെ അഹങ്കാരം ഇരുന്നത് നിൻ്റെ ആരോഗ്യത്തിലായതുകൊണ്ട് ദൈവം അഹങ്കാരത്തെ ഉടച്ചപ്പോൾ നിൻ്റെ ആരോഗ്യവും പോയി. നിൻ്റെ അഹങ്കാരം ഇരുന്നത് നിൻ്റെ ജോലിയിലും ജോലി പ്രഭാവത്തിലുമൊക്കെ ആയതുകൊണ്ട് ദൈവം നിൻ്റെ അഹങ്കാരത്തെ ഉടച്ചപ്പോൾ ആ ജോലിക്കും തടസ്സം വന്നു. ദൈവം ഉടച്ചത് നമ്മുടെ അഹങ്കാരത്തെയാണ്. ദൈവം അഹങ്കാരത്തെ ഉടച്ച് നമ്മളെ എളിമയിലേക്ക് കൊണ്ടുവരുന്നു. ആ എളിമയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണാൻ കഴിയുക, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുക, ദൈവത്തെ ആരാധിക്കാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം. ദൈവം നമ്മളെ എളിമപ്പെടുത്തിയ നിമിഷങ്ങൾ, അത് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ തൊട്ട നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ ടച്ചാണ് നമ്മൾ ആ നിമിഷത്തിൽ സത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, വേറെ ആരുമല്ല. വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്ന പോലെ ഒരു പിതാവെന്ന നിലയിൽ ദൈവം മക്കളായ നമ്മൾക്ക് നൽകുന്ന ഒരു ശിക്ഷണമാണത്. നമ്മളെ എളിമയിലേക്ക് ദൈവം നയിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം. ഏതൊക്കെ മേഖലയിലാണ് ദൈവം എന്നെ എളിമപ്പെടുത്തിയത് എന്നൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ
ദൈവത്തിൻ്റെ ആ ഇടപെടൽ നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഏതൊക്കെ മേഖലയിൽ അഹങ്കരിച്ചിട്ടുണ്ടോ ആ മേഖലയിലൊക്കെ ദൈവം കുറേശ്ശെ നമ്മളെ എളിമപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം ഒരവസ്ഥയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ ശക്തനാണ് എന്ന് ചിന്തിച്ചോ അവ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം ഒരവസ്ഥ ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ മിടുക്കുകൊണ്ടും സാമർഥ്യം കൊണ്ടും നമുക്ക് മുന്നേറാൻ പറ്റുകയില്ല. അതുപോലെ ഒരവസ്ഥയിൽ ദൈവം കൊണ്ടും നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. നമ്മളൊരു പക്ഷേ അതിനെ തകർച്ചയെന്നോ ഒക്കെ വിളിച്ചാൽ പോലും ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയുടെ മേഖലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കവലയാണ്. പല ആത്മീയ വ്യക്തികളും വാസ്തവത്തിൽ ദൈവോന്മുഖമായി വളരാൻ തുടങ്ങിയത് ഇത്തരം ദൈവം എളിമപ്പെടുത്തിയ അവസ്ഥയിൽ നിന്നാണ്. അത് പല രീതിയിലായിരിക്കാം. രോഗത്തിൻ്റെ അവസ്ഥയാകാം, സാമ്പത്തിക തകർച്ചയായിരിക്കാം, ചില തിന്മകളുടെ ആവർത്തിച്ചുള്ള വീഴ്ചകളായിരിക്കാം. അവിടെ നിന്നാണ് ചില വ്യക്തികൾ എഴുന്നേറ്റ് വരാൻ ഇടയായിട്ടുള്ളത്. അവർ എഴുന്നേറ്റ് വന്നതോ സ്വന്തം ശക്തിയാലല്ല, അവർ തികച്ചും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ശക്തിയിലുള്ള ആ വിശ്വാസത്തെ മാറ്റിക്കളഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന വ്യക്തികളായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഇങ്ങനെ തൊട്ട ചില സന്ദർഭങ്ങളുണ്ട്. നമ്മളെ എളിമപ്പെടുത്തിയ നിമിഷങ്ങൾ. നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ടൊന്നും എനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ അതിനെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ പ്രയോജനമില്ല. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് തന്നെ കാണുക. ദൈവം ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് എന്തൊക്കെയുണ്ടോ അതിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം പിടിവിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അഹങ്കാരം വളർന്നു നിൽക്കുന്ന സാഹചര്യം എത്ര ശക്തമായിട്ടാണ് അവിടുന്ന് അഹങ്കാരത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും മനോഹരമായ ഒരു ബൈബിൾ ഭാഗമാണ് ജെറമ്യ പ്രവാചക പുസ്തകം 13-ാം അധ്യായത്തിലെ അതിൽ 17-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അവിടെ നമ്മൾ ഇങ്ങനെ കാണുകയാണ്: നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും എന്ന്. അഹങ്കരിക്കുന്ന വ്യക്തിയെ ഓർത്ത് ദൈവം കരയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കരയുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ബൈബിൾ ഭാഗമാണിത്. എന്തിനെ ഓർത്താണ് ദൈവം കരയുന്നത്? നമ്മുടെ അഹങ്കാരത്തെ ഓർത്ത് ദൈവം കരയുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 16-ാം വാക്യം ശ്രദ്ധിക്കുക. അവിടെ പറയുകയാണ്: നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂടുവെച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യം: അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും ഒരുപോലെ വെറുപ്പിക്കുന്നു. ദൈവം എപ്പോഴും ആക്രമിക്കുന്നത് നമ്മുടെ സമ്പത്തിനെയോ
ആരോഗ്യത്തെയോ ദൈവം നൽകിയിരിക്കുന്ന ഏതെങ്കിലും നന്മകളെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ രൂപം കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തെയാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത്. ആ അഹങ്കാരത്തിന് വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിലുള്ള ഞാനെന്ന ഭാവം അത് നമ്മുടെ അധ്വാനത്തിൽ പ്രവേശിച്ചിട്ട് അത് നമ്മളെ ഒത്തിരി ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തികളാക്കി നമ്മുടെ പ്രവൃത്തികളെയെല്ലാം അത് അശുദ്ധമാക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിശുദ്ധീകരിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് അല്പം കൂടി കടന്ന് നമ്മുടെ അഹങ്കാരത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ എന്തിലാണ് അഹങ്കരിക്കുന്നത്? എനിക്കെന്തുണ്ട് എന്ന ചിന്തയിലാണ്. എനിക്കെന്തുണ്ട്? രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരന്വേഷണം, എനിക്കെന്തുണ്ട്, അവനെന്തില്ല. അങ്ങനെ എങ്ങാനും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളെങ്ങനെയായിരിക്കും നിൽക്കുക? നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതല്ല, എനിക്ക് എന്തില്ല, അവനെന്തുണ്ട് എന്ന് ചിന്തിച്ചാലോ നമ്മൾ കുനിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് അപകർഷത എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇതിൽ രണ്ടിനെയും നടുവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പാരിസൻ്റെ വളരെ കഷ്ടമായ ഒരവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. ഇത് മൂന്നും ഞാനെന്ന ഭാവത്തിൽ വിരിയുന്ന ഘടകങ്ങളാണ്. അത് അഹങ്കാരമായിരിക്കാം, അപകർഷതയായിരിക്കാം, അതുപോലെ തന്നെ അസൂയയായിരിക്കാം. ഇത് മൂന്നും വാസ്തവത്തിൽ നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണണം. അത് നമ്മൾ പിടിച്ചാൽ പിടുത്തം കിട്ടുന്നൊരു കാര്യമല്ല. ഹല്ലേലൂയ. അസൂയ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരിക്കലൊരു സഹോദരി പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എന്നിട്ടും ഇത് പോകുന്നില്ല. എങ്ങനെയാണ് നീ പ്രാർത്ഥിച്ചത്? അതൊക്കെ ഒരു ചോദ്യമാണ്. നമ്മളതിൻ്റെ വേര് മനസ്സിലാക്കണം. അത് ഞാനെന്ന ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളർന്നു നിൽക്കുകയാണ്. അത് എന്നിലേക്ക് നോക്കി എനിക്ക് എന്തൊക്കെയുണ്ട് എന്ന ചോദ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. എനിക്കെന്തെല്ലാം ഉണ്ടോ അവയുടെ നേരെയുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എൻ്റെ ഹാവിങ്ങിൻ്റെ നേരെയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്നാണ് എല്ലാ പാപപ്രവർത്തികളും വിടരുന്നത്. നിനക്കെന്തുണ്ട് എന്നതിൻ്റെ നേരെയുള്ള നിൻ്റെ തെറ്റായ കാഴ്ചപ്പാട് നമ്മളെ നിരവധിയായ പാപപ്രവർത്തികളിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ നമുക്കതിനെ 3 മേഖലയിൽ കാണാനായിട്ട് കഴിയും. ഒന്ന് നമ്മുടെ സമ്പത്ത്, 2 നമ്മുടെ റിലേഷൻഷിപ്പ്, 3 നമ്മുടെ ശരീരം. ഇത് 3മാണ് നമ്മുടെ ഒരു ഹാവിങ്ങായി നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നത്. ഇത് 3ന് നേരെയുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇതാണ് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. ഒരു പ്രവൃത്തിയെ കൈകാര്യം ചെയ്തതിനേക്കാൾ നമ്മൾ ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് പാപത്തെ കാണാനായിട്ട് സാധിക്കുക. പാപത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴേക്കും നമ്മളത് സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പക്ഷേ ചില കുഴപ്പങ്ങളെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചേക്കാം. പക്ഷെ നമ്മളിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റത്തെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നിന്നിലെന്ത് വ്യത്യാസമാണ് അത് വരുത്തുന്നത്? നിന്നെ എപ്രകാരമാണ് അത് തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാനായിട്ട് തയ്യാറാകണം. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് വളരെ നിസ്സാരമായി ചിലപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞേക്കാം. എല്ലാവരും ചെയ്യുന്നുണ്ടെന്നോ ഒക്കെ നമുക്കിവിടെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തക്കതായ കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതൊന്നുമല്ല നാം പരിശോധിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഞാനെന്ന് പറയുന്ന നമ്മുടെ സ്വാർത്ഥത, അത് എത്ര നിന്ദ്യമായ ഒന്നാണ്, അത് എത്ര ഭീകരമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്, അത് നമ്മളെ എന്താക്കി തീർത്തിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ദൈവം എപ്പോഴും തിരുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനോഭാവത്തെയാണ്. ഞാനെപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, ആദവും ഹവ്വയും പാപം ചെയ്ത് അവർ ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി ഉടുത്ത് ലജ്ജയും
ഒക്കെ അനുഭവിച്ച്, ഭയവും അനുഭവിച്ച് മരത്തിന് ചുവട്ടിൽ ഒളിച്ചിരിക്കുമ്പോഴാണല്ലോ ദൈവം ആദത്തെ വിളിക്കുന്നത്. ആദം, നീ എവിടെയാണ് എന്ന് ദൈവം വിളിച്ച് ചോദിച്ചപ്പോൾ ആദം കൊടുത്ത മറുപടി, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇതാണ് ആദം പറയുന്ന മറുപടി. ഈ മറുപടിക്ക് ആദ്യമായി ദൈവം ഒരു മനുഷ്യനെ തിരുത്തുകയാണ്. ആദ്യമായി തിരുത്തിയ വാചകം ഇതാണ്, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? നീ എന്തുകൊണ്ട് പഴം തിന്നു എന്നുള്ളതല്ല ദൈവം ചോദിച്ചത്. നീ എന്തുകൊണ്ട് അനുസരണക്കേട് കാണിച്ചു എന്നുമല്ല ദൈവം ആദ്യം ചോദിച്ചത്. ആ പ്രവൃത്തികളൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളിൽ വെളിയിൽ ദൈവത്തിന് തിരുത്താവുന്നതേ ഉള്ളൂ. അത് നിസ്സാരമായ കാര്യമാണ്. ദൈവത്തിന് തിരുത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിൽ സംഭവിച്ച കാര്യമാണ്. ദൈവം ചോദിക്കുകയാണ്, നീ നഗ്നനാണ് നിന്നോട് ആരാണ് പറഞ്ഞത്? നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അമ്പേ മാറിയിരിക്കുന്നു. അതുവരെ നിനക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല ഇപ്പോൾ നിനക്കുള്ളത്. നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാ മാറിയിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് നിന്നെ വെറുപ്പായി, നിനക്ക് നിന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചിരിക്കുന്നു. നിനക്ക് നിന്നോട് തന്നെ വെറുപ്പും ദേഷ്യവും വന്നിരിക്കുന്നു. നിനക്ക് നിന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധമുണ്ടാക്കുന്ന ഭീകരമായ ഒരു സ്ഥിതിവിശേഷം. ഇതൊക്കെ നമ്മളെ ഒരു പ്രത്യേക സ്വഭാവക്കാരാക്കി മാറ്റുകയാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ കൈവശമുള്ള സമ്പത്ത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ്, നമ്മുടെ ശരീരം, ഇതിൻ്റെ നേരെയുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും വേറെ രീതിയിലേക്ക് പോവുകയായി. നമുക്കത് ആദ്യത്തെ എടുക്കാം. നമ്മുടെ സമ്പത്തിന് നേരെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സമ്പത്തിന് നേരെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ വിയർപ്പാണ്, എൻ്റെ അധ്വാനമാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ കഴിവാണ് എന്നൊക്കെ നീ ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെയും, അത് നിന്നെ തന്നെ അടിമയാക്കുകയാണ്. നീ അതിന് അടിമയായി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്ത് തന്ന ദൈവത്തിൻ്റെ പരമോന്നതമായ ഉദ്ദേശം അതിനാൽ തന്നെ ഇതാ നിൻ്റെ മുമ്പിൽ നിന്ന് മാറിയിരിക്കുന്നു. നീ സമ്പത്തിൽ അഹങ്കരിക്കാൻ തുടങ്ങുന്നതോടുകൂടി ദൈവം സമ്പത്ത് തന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമോന്നതമായ ഉദ്ദേശം നിനക്ക് കൈമോശം വന്നിരിക്കുന്നു. പിന്നെ നീ ആ സമ്പത്ത് കൊണ്ട് നടപ്പാക്കുന്നത് നിൻ്റെ ഉദ്ദേശങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെയായിരിക്കും നീ ചെയ്യുക? ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയല്ല എന്ന് നീ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ മറ്റുള്ളവരെയൊക്കെ നിൻ്റെ ഇഷ്ടത്തിൻ്റെ അടിമകളാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു. നീ സഹായിക്കുന്നത് പോലും നിൻ്റെ താല്പര്യമനുസരിച്ച് അവർ നീങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും. മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ശ്രമമാവും. സമ്പത്ത് കൊണ്ട് ഒത്തിരി മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു വരുന്ന ആഡംബരത്തിൻ്റെ പ്രവൃത്തികൾ നീ ആരംഭിക്കും. സമ്പത്ത് കൊണ്ട് നീ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തുടങ്ങും, മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ തുടങ്ങും. സമ്പത്ത് കൊണ്ട് ഏതൊരു വ്യക്തിയെയും കീഴ്പ്പെടുത്താമെന്ന് നീ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, പണം അത് ദൈവം തന്ന പരമോന്നതമായ ഉദ്ദേശം നിൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നു. ചിലർ സമ്പത്തിൻ്റെ അടിമയായി തന്നെ ജീവിക്കുന്നു. അവർക്ക് വേണ്ട വിധത്തിൽ സമ്പത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അവർ പിശുക്ക് കൊണ്ട് വേറെ ആർക്കും കൊടുക്കുകയുമില്ല, ഉപയോഗിക്കുകയുമില്ല. അതൊക്കെ പിന്നീട് നശിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നീട് അവയെക്കുറിച്ചെല്ലാം ദുഃഖിച്ചു കഴിയുന്നു. നമ്മൾ മനസ്സിലാക്കുക,
ദൈവം തന്നിരിക്കുന്ന ഈ സമ്പത്ത്, ഇത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ളതാണ്. ദൈവം തന്നിരിക്കുന്നതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പത്തിൻ്റെ മേഖലയിൽ നമുക്ക് സമ്പത്ത് നമ്മളെ അഹങ്കാരിയാക്കരുത്. അഹങ്കാരിയാക്കുന്നതിന് കാരണം നമ്മൾ നമ്മുടെ ഉടമസ്ഥതയിൽ അതിനെ കാണുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ വെച്ച് നമ്മളതിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എളിമയിലേക്ക് വരാൻ കഴിയും. ദൈവത്തിൻ്റെതാണ് നമ്മൾ ഏറ്റുപറയുന്ന നിമിഷത്തിൽ തന്നെ ദൈവികമായ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സമ്പത്ത് കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തി തരണമെങ്കിൽ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ വെച്ച് അതിനെ കണ്ടാലേ ദൈവം അത് വെളിപ്പെടുത്തി തരികയുള്ളൂ. നിൻ്റെ ഉടമസ്ഥതയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. ആദ്യമായി അവർ ചെയ്യേണ്ടത് തങ്ങളുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ്. അൾത്താരയിൽ വയ്ക്കുക, ദൈവത്തിന് കൊടുക്കുക, ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ഹാവിങ് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. സമ്പത്ത് കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കണം, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം, ബന്ധങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഇത് മൂന്നും അൾത്താരയിൽ വയ്ക്കേണ്ട കാര്യങ്ങളാണ്. സമ്പത്ത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒട്ടേറെ രംഗങ്ങൾ കൊണ്ട് ബൈബിൾ നിറഞ്ഞു നിൽക്കുന്നു. ബൈബിളിൻ്റെ ആദ്യ താളുകളിൽ തന്നെ കായേലും ആബേലും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തിന് ബലിയർപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത്? ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചാണ് നാം ബലിയർപ്പിക്കേണ്ടത്. ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുമ്പോൾ തന്നെ അത് ബലിയായി. ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലെ ഞാൻ എന്നതിനെ ഉടയ്ക്കുക. അപ്പോൾ തന്നെ അത് ബലിയായി കഴിഞ്ഞു. അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് അത് ഉടയ്ക്കേണ്ടത്. ഹല്ലേലൂയ. തമ്പുരാൻ്റെ പക്കലേക്ക് എപ്പോഴെല്ലാം നമ്മൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന സാമ്പത്തികമായ സമ്പത്തിനെ ദൈവമേ നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ, നീ തന്നതാണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറയുമ്പോൾ, നന്ദിയും സ്തുതിയും ബലിവാക്യമാണ്, ബലിയുടെ വാക്യമാണ്. കൃതജ്ഞതയുടെ സ്തുതിയുടെ ബലിയർപ്പിക്കുക, നന്ദിയുടെ ബലിയർപ്പിക്കുക. അങ്ങനെ നമ്മൾ നന്ദിയും ബലിയും അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും ദൈവം തൻ്റെ പ്ലാൻ നമുക്ക് അതിലൂടെയൊക്കെ വെളിപ്പെടുത്തി തരും. സമ്പത്ത് ഒരിക്കലും നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കരുത്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613. ഫാക്സ് 00914802708097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.